ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ സ്റ്റൂ ആണ്. അപ്പം, ബ്രെഡ്, ഇടിയപ്പം ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഇൻഗ്രീഡിയൻസ്: കറുകാപ്പട്ട, ഗ്രാമ്പൂ ഒരു 6 ഏലക്കായ 7 കാഷ്നട്ട്സ് ഒരു 10 ചോപ്പ് ചെയ്ത സവാള 1 ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു 7 കഷ്ണം വെളുത്തുള്ളി, ഒരു 3-4 പച്ചമുളക്, കറിവേപ്പില, 2 ക്യാരറ്റ് ചെറുതായിട്ട് കനം കുറച്ചരിഞ്ഞത്, പിന്നെ പൊട്ടറ്റോ 2 ചെറുതായി ഇതുപോലെ തന്നെ സെയിം പോലെ തന്നെ അരിഞ്ഞത്, പിന്നെ ബോൺലെസ് ചിക്കൻ ഒരു 1/2 kg നന്നായി കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് കട്ട് ചെയ്തത്, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കി വയ്ക്കുക. പിന്നെ ഒരു പാൻ എടുത്ത് അതിനകത്ത് കോക്കനട്ട് ഓയിൽ ഒരു 4 ടേബിൾ സ്പൂൺ ഒഴിക്കുക. എണ്ണ ചൂടാവുന്നതിന് മുമ്പ് തന്നെ സ്പൈസസ് എല്ലാം ഇട്ട് നന്നായിട്ട് ഇളക്കുക. എന്ന് പറഞ്ഞാൽ കറുകാപ്പട്ട, ഏലക്കായ, ഗ്രാമ്പൂ ഇതെല്ലാം ഇട്ട് നന്നായിട്ട് ഇളക്കുക. ഏലക്ക ഒന്ന് പൊട്ടിച്ചിട്ടിടുവാണെങ്കിൽ ഫ്ലേവർ നന്നായിട്ട് അതിനകത്ത് കിട്ടും. പിന്നീട് എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഇഞ്ചി ചോപ്പ് ചെയ്തത്, പിന്നെ വെളുത്തുള്ളി ചോപ്പ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കുക. ചെറുതായിട്ട് നിറം മാറി വരുമ്പോൾ അതിലേക്ക് പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചത്, വേപ്പില, പിന്നെ നമ്മൾ കനം കുറച്ചരിഞ്ഞ് ഒരു സവാള ഇത്രയും ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക. ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാവുന്നതാണ്. ഇങ്ങനെ ഒരു 15 സെക്കൻഡ് ഇളക്കി കൊടുക്കുക. സവാള ബ്രൗൺ നിറമൊന്നും ആവേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് വഴന്ന് കിട്ടിയാൽ മതി, അത് തന്നെ ആവശ്യമുള്ളൂ. പിന്നെ അതിനകത്തോട്ട് നമ്മൾ ബോൺലെസ് ചിക്കൻ കഴുകി മാറ്റി വെച്ചത് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ചെറുതായിട്ടൊന്ന് തട്ടിക്കൊടുത്തിട്ട് മൂടി വയ്ക്കുക. അതിനകത്തുള്ള വെള്ളമെല്ലാം ഇറങ്ങിയിട്ട് ഇത് നന്നായിട്ട് വെന്ത് കിട്ടും. ഇറച്ചിയുടെ പച്ച മണമൊക്കെ മാറി വരുമ്പോൾ 2 പാലെടുത്ത് കുറച്ചെടുത്ത് ഒഴിച്ച് കൂട്ടി യോജിപ്പിച്ച് ഇളക്കി വീണ്ടും മൂടി വെച്ച് വേവിക്കുക 10 to 15 മിനിറ്റ്സ്. അതിനുശേഷം നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച പൊട്ടറ്റോ 2 പിന്നെ ക്യാരറ്റ് 2 ഇട്ടിട്ട് വീണ്ടും ഇതുപോലെ ചെറുതായിട്ട് കൂട്ടി യോജിപ്പിച്ച് ഇളക്കിയിട്ട് മൂടി വെച്ച് വേവിക്കുക ഒരു 10 to 15 മിനിറ്റ്സ്. ഈ പൊട്ടറ്റോ നന്നായിട്ട് ഉടഞ്ഞു വരുന്ന പരുവം നോക്കിയിട്ട് മൂടി വെച്ച് വേവിക്കുക. പൊട്ടറ്റോ ഇറച്ചി നന്നായി വെന്തതിന് ശേഷം നമ്മൾ ബാക്കി പാലുണ്ടെങ്കിൽ അത് ചേർക്കുക. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല ചേർക്കുക. ഏറ്റവും ലാസ്റ്റ് കോക്കനട്ട് മിൽക്കിൻ്റെ ഫസ്റ്റ് പാലെടുത്ത് ഒഴിച്ച് യോജിപ്പിക്കുക. തേങ്ങാപ്പാൽ പിരിഞ്ഞു പോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതിനുശേഷം ഒരു ചെറിയ പാൻ എടുത്ത് അതിനകത്തേക്ക് എണ്ണ ചൂടാക്കി കാഷ്യൂനട്ട് വറുത്ത് നമ്മൾ തയ്യാറാക്കി വെച്ച് സ്റ്റൂവിലേക്ക് ആഡ് ചെയ്യുക. പിന്നെ അതിലേക്ക് കുറച്ച് താളിച്ച് ചേർക്കേണ്ടേ കുറച്ച് സാധനങ്ങളുണ്ട്. ചോപ്പ് ചെയ്ത് വെച്ച സ്മോൾ ഓണിയൻ്റെ 7-8 എണ്ണ എടുക്കുക. അത് നന്നായി ബ്രൗൺ നിറാവുന്ന വരെ വഴറ്റുക. അതിനകത്തേക്ക് ചോപ്പ് ചെയ്ത് വെച്ച് കറി ലീഫ് എടുക്കുക. അതും ഇതുപോലെ നന്നായിട്ട് വഴറ്റുക. നമ്മൾ തയ്യാറാക്കി വെച്ച് തിളച്ചുകൊണ്ടിരിക്കുന്ന ഈ ചിക്കൻ സ്റ്റൂവിലേക്ക് ചേർക്കുക. സ്വാദിഷ്ടമായ ചിക്കൻ സ്റ്റൂ ഇവിടെ റെഡിയായി. നമ്മളിങ്ങനെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ചിക്കൻ സ്റ്റൂ അപ്പം, ബ്രെഡ്, ഇടിയപ്പം ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് പാലപ്പം ഉണ്ടാക്കാം. പാലപ്പം മാവ് പാത്രത്തിലേക്ക് ഒഴിച്ചൊന്ന് ചുറ്റിച്ച് കറക്കിയെടുക്കാം. നല്ല സോഫ്റ്റ് പാലപ്പം ഇവിടെ റെഡിയായി. പാലപ്പം ഒന്ന് കുമിള വന്ന് കഴിയുമ്പോൾ നമ്മൾ മൂടി വെച്ച് ഒരു 5 to 10 സെക്കൻഡ്സ് വേവിച്ച് കഴിഞ്ഞാൽ നല്ല സ്വാദിഷ്ടമായ സോഫ്റ്റായ പാലപ്പം റെഡിയാകും. പാലപ്പത്തിൻ്റെ കൂടെ ചിക്കൻ സ്റ്റൂവും വന്നു കഴിയുമ്പോൾ നല്ലൊരു കോമ്പിനേഷനാണ്. പിന്നെയും നമുക്ക് കഴിക്കാൻ തോന്നും. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. നമുക്കൊരു 1/2 hour ഉണ്ടെങ്കിൽ ഈ ചിക്കൻ സ്റ്റൂവും പാലപ്പവും റെഡിയാക്കാം. ആരെങ്കിലും വിരുന്നുകാരോ അല്ലെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് റെഡിയാക്കണമെങ്കിലോ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പറയുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.